പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപത്തായിട്ട് അവിടുത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് ഒരു മയിൽ റോഡിൽ വീണിട്ടുണ്ടായിരുന്നു. ആ മയിലിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ്. അബോധാവസ്ഥയിലുള്ള മയിലിനെ CPR ഒക്കെ നൽകി അങ്ങനെയുള്ള പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകിയതിനു ശേഷം ആശുപത്രിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അപ്പോൾ ഡോക്ടറുടെ പരിശോധനയിൽ ഇപ്പോൾ മയിൽ പൂർണ്ണ ആരോഗ്യവാനാണ്. മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും CPR നൽകി അവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇത് തെളിയിച്ചിരിക്കുകയാണ് ഫയർഫോഴ്സിലെ പാലക്കാടിലെ ഉദ്യോഗസ്ഥർ. ഈ സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥരാണ് 2 ദിവസം മുൻപ് ഇവിടെ ഒരു മയിൽ ഷോക്കേറ്റ് വീണു. ആ മയിലിന് CPR നൽകി അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്താണെന്നുണ്ടായത്? നമ്മൾ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വിരളമായി കിട്ടാറുള്ളൂ. എങ്കിൽ കൂടി നമ്മുടെ ദേശീയ പക്ഷിയെ തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പ്രവർത്തന വിജയമായി കണക്കാക്കുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മളിവിടെ റോൾ കോള് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മയിൽ റോഡിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ വണ്ടികളൊക്കെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് അബോധാവസ്ഥയിലായിരുന്നു, ബ്ലഡെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനെ കിടത്തി നമ്മൾ നോർമൽ മനുഷ്യന് ഒരു അറ്റാക്ക് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മൾ മയിലിനും ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകുകയും ചെയ്തു. അത് നമ്മൾ രണ്ടാമത്തെ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ മയിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കുകയും ബ്രീത്ത് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ കിട്ടുമ്പോൾ അത് ബോഡിയിൽ ഒരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം അത് പോയി എന്നാണ് വിചാരിച്ചത്. പിന്നെ സാറ് കറക്റ്റായിട്ട് CPR കൊടുത്തു, ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ണിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കഴുകി കൊടുത്തു. സാറ് കറക്റ്റായിട്ട് കൊടുത്തപ്പോൾ ഞാൻ വായി കൂടെ ശ്വാസം കൊടുക്കുക ചെയ്തത്. ഇവിടെ രാവിലെ 9 മണിയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം ഒരു 8:55-9 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ CPR കൃത്യമായിട്ട് ചെയ്തു. മൗത്ത് ടു മൗത്ത്, നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള മൗത്ത് ടു മൗത്ത്, പിന്നെ ബ്രീത്തിങ് വരെ കൊടുത്ത് അത് ഏകദേശം എനിക്കൊരു 5 മിനിറ്റിൽ അടുത്ത് നമുക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് പൂർണ്ണമായും പൂർണ്ണമായും ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കുറേ നേരം നമുക്കത് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ടി വന്നു. ഫയർ സർവീസുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മയിലെന്നായാലും മനുഷ്യനായാലും ജീവനെല്ലാം ഒരേ വില തന്നെയാണ് കൽപ്പിക്കുന്നത്. റെസ്ക്യൂ ആണ്. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതറ്റം വരെയും നമ്മൾ പോകും. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്, അതും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ സന്ദേശമാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഗോകുലെ, പലപ്പോഴായിട്ട് മനുഷ്യർക്ക്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ കാര്യങ്ങൾക്കും കൈത്താങ്ങായി അവിടേക്ക് ഓടിയെത്തുന്ന ഫയർഫോഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനിടയിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള ജീവികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കൈത്താങ്ങായി മാറുന്ന, അവരുടെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഉദാഹരണം കൂടി മുന്നിലേക്ക് വരികയാണ്. അവർ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സമയമെടുക്കും, കാരണം ഗുരുതരാവസ്ഥയിലായിരുന്നു, കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ നൽകേണ്ട എല്ലാം നൽകിയിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു ദൗത്യത്തെക്കുറിച്ച് അവർ ഓരോരുത്തരും സംസാരിച്ചു. ശരിക്കും ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ, CPR ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് മാത്രമല്ല, ഇങ്ങനെ അപകടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും കൈത്താങ്ങാകാൻ ഓരോരുത്തർക്കും സാധിക്കും എന്ന് തന്നെ തെളിയിച്ചു തരികയാണ് അവർ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയതേ. ഞാൻ സാധാരണ വിചാരിച്ചിരുന്ന ഈ മനുഷ്യനാണ് ഇങ്ങനെ CPR കൊടുക്കുക, മറ്റു മൃഗങ്ങൾക്കൊക്കെ അങ്ങനെ CPR കൊടുത്ത് രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മയില് സുന്ദരമായിട്ട് അങ്ങനെ CPR നൽകി ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ ആ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ CPR കൊടുത്തു, അതിനുശേഷം അതിനൊരു വെറ്റിനറി ഡോക്ടർക്ക് കൈമാറി, ഡോക്ടർ ചികിത്സിച്ചതിന് ശേഷം അത് സുഖമായിരിക്കുന്നു, പിന്നീട് ഫോറസ്റ്റിന് കൈമാറി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവാണ്. ഇങ്ങനെ CPR കൊടുത്ത് മനുഷ്യനല്ലാതെ മറ്റ് ജീവികൾ കൂടി ഇങ്ങനെ ജീവൻ തിരികെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നറിഞ്ഞത് നമുക്കൊരു പുതിയ അറിവാണ്. അതോടൊപ്പം തന്നെ ആ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ ഒരു മിടുക്കുണ്ടല്ലോ, അവരെ എല്ലാവരെയും റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത്. മനുഷ്യർ മാത്രമല്ല, ഏതൊരു ജീവി ആയിക്കോട്ടെ, ജീവനുള്ള എന്തിനേയും രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ പൂച്ചയോ കോഴിയോ ഒക്കെ തന്നെ കിണറിൽ പോകുമ്പോൾ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അത് രക്ഷിക്കുന്നതൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഏത് മൃഗ
മൃഗമാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും അതൊരു ജീവനാണ്. ആ ജീവനെ സംരക്ഷിക്കണം, അതിന് തങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടുള്ള അവരുടെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഗോകുൽ, അത് അവര് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മയിലായാലും മനുഷ്യനായാലും ജീവനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ഗോകുൽ പറഞ്ഞ പോലെ പലപ്പോഴായിട്ടും ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ തന്നെ അറിയേണ്ടത് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ, അത് എടുത്തു പറയുകയാണ്, എല്ലാം അറിയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കൈത്താങ്ങാകും. അത് തന്നെയാണ്. അപ്പോൾ മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ എല്ലായിടത്തും കൈത്താങ്ങാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ മനുഷ്യരുണ്ടാകും, നമ്മുടെ ഒരു സേന ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറുടെ പരിശോധനയിൽ മയിൽ പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ശരി ഗോകുൽ.